ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ആ പാട്ടിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞിരുന്നു, ഹയ്യുൽ ഖയ്യൂം. അപ്പോഴേക്ക് ഇങ്ങോട്ട് വന്നു പലരും, ആ മടവൂരിനെ കുറിച്ച് ഹയ്യ് ഖയ്യൂം ഇതൊക്കെ എങ്ങനെ പറയാ? അപ്പം നമ്മളവരോട് ചോദിച്ചല്ല, റഊഫ് റഹീം എന്നുള്ളത് അള്ളാൻ്റെ വിശേഷണല്ലേ? ഓ അത് വിശേഷണമാണ്, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. എങ്കിൽ പിന്നെ റഊഫ് റഹീം എന്ന വിശേഷണം എങ്ങനെ റസൂലിന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? കുടുങ്ങിയില്ലേ? അപ്പം പിന്നെ മറുപടി ഇല്ലാതായി. നമ്മൾ വായിച്ചു കൊടുത്തു മഹാനരായ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ്. ആ കിതാബിൽ വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും പേരുകളും ഹബീബായ തങ്ങൾക്ക് പറയപ്പെടും എന്ന് നമ്മൾ വായിച്ചു. പക്ഷെ അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണല്ലോ, അല്ല റഊഫായ പോലെയല്ല. ആര് റഊഫായത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ല റഹീമായതുപോലെയല്ല. ആര് റഹീമായത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ഹയ്യായതുപോലെയല്ല ഹബീബായ തങ്ങൾ ഹയ്യായത്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓരോ മുസ്ലിയാക്കന്മാരിങ്ങനെ വരിക. അപ്പം ഒന്നൊരു മൊയിലേറെ കണ്ടു, ആരൊരാൾ അയച്ചു തന്നൊരു ക്ലിപ്പിൽ അയാൾ പറയുന്നത് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് ഫുള്ള് വായിച്ചിട്ടില്ല, അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളെ കിതാബൊക്കെ തൊടാൻ മശായിഖിൻ്റെ അഹ്ലിനല്ലാതെ ആർക്കാണോ അധികാരം? അത് ഞങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിരുന്നാൽ മതി, അത് തൊടാൻ പോലും നിങ്ങൾക്ക് അധികാരമല്ല. അയാൾ പറയുന്ന ഇന്ന് വന്നൊരു ക്ലിപ്പിലുണ്ടോ, എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് മാല മൗലൂദുകളെയും ഇത്തരം വിശേഷണങ്ങളെയൊക്കെ പരിഹസിക്കാൻ. വെച്ചുകൊടുക്ക്. തൊട്ടടുത്ത് തന്നെ ഒരു വരിയുണ്ട്, ഇയാളത് കട്ടു. ഇയാളത് കട്ടാനുള്ളതിന്റെ കാരണം എന്താ? എങ്കിലേ ഇയാൾക്ക് ഇത് ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂ. എന്താണത്? അദ്ദേഹം മഹാനായ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എഴുതുകയാണ്, വഖദിൻ ഫറദ സല്ലല്ലാഹു അലൈഹി വസല്ലം ബികമാലി ദാലിക ദൂന കുല്ലി മൗജൂദിൻ. ആ പൂർണ്ണത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻഫരിദായിരിക്കുന്നു. ആ പൂർണ്ണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മാത്രമേ ഉള്ളൂ. ദൂന കുല്ലി മൗജൂദിൻ, മറ്റൊരു സൃഷ്ടികൾക്കുമില്ല എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇയാളത് കട്ടു. എന്നിട്ട് അടുത്ത പേജിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അടുത്ത പേജിലേക്ക് ചാടിയിട്ട് അവിടെയാ വായിക്കുന്നത്, ഇത് വായിച്ച പൊളിയും. ഇനി ഈ പറയപ്പെട്ട വിഷയം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവരെ ഏടെ എത്തി, ഇവരെ അന്തം. നേരത്തെ ഞാൻ ഫൈസൽ മൗലവിയെ കുറിച്ച് പറഞ്ഞ അതേ ചിന്ത ഒക്കത്തിനുള്ളൂ. ഇവിടെ എന്താ വിഷയം? നമ്മൾ മടവൂര് ശൈഖിനെ കുറിച്ച് ഒരാൾ പാട്ട് പാടിയപ്പോൾ ഹയ്യ് ഖയ്യൂം എന്ന് പറഞ്ഞു. അപ്പൊ ബലി പറഞ്ഞത് അള്ളാന്റെ വിശേഷണാണ്. അത് മറ്റൊരാൾക്ക് പറയുമ്പോൾ കുഫ്ർ വരും, ശിർക്ക് വരും, അതുകൊണ്ട് ആ പാട്ട് ശരിയല്ല. അപ്പൊ ഞാൻ കിതാബ് വായിച്ചപ്പോൾ ഇയാളെ മറുപടി എന്താ? ഈ വിശേഷണമൊക്കെ റസൂലിന് മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് ആ കിതാബിലുള്ളത്. ഇവരെ വാദം പൊളിഞ്ഞോ അല്ലേ? എടോ, അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണം എങ്ങനെ റസൂലിനുണ്ടാവാൻ പറ്റുമോ? അത് ചിന്തിക്കണില്ല. അതാണ് ചിന്ത മരവിച്ചു പോയി എന്ന് പറഞ്ഞ്. അള്ളാഹ്ക്ക് മാത്രം മഖ്സൂസായ ഒരു സംഭവം മഖ്ലൂക്കായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ പറ്റുമോ? അപ്പൊ ഹയ്യ് ഖയ്യൂം എന്നുള്ളത് അള്ളാഹ്ക്കുള്ളത്, റസൂലിന് ഹയ്യ് ഖയ്യൂം പറയുമ്പോൾ ശിർക്കില്ലേ? അപ്പൊ നിങ്ങൾ ശിർക്കാന്ന് പറഞ്ഞ വാദം പൊളിഞ്ഞില്ലേ? അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? മുഖില്ലേ? ചിന്തിക്ക്. ശിർക്ക് എന്ന് പറഞ്ഞ സംഗതി അള്ളാഹ്ക്ക് അല്ലാത്ത മറ്റൊരാൾക്കും വരാൻ പറ്റൂല. ഇതുപോലെ പറഞ്ഞു റസൂലിന് സ്വന്തം ആ കിതാബിലുണ്ട്, റസൂലിനുണ്ട് എന്ന് വന്നല്ലോ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഹയ്യു ഖയ്യൂം എന്നത് അള്ളാഹ്ക്ക് പറയുന്ന അർത്ഥത്തിലല്ലാതെ റസൂലിന് പറയാൻ ഒരു ചിന്തയില്ലാത്ത സാധനങ്ങൾ. ഇനി ആ കിതാബിൽ എന്താ ഉള്ളത് അത് വേറെ കാര്യം. ആ കിതാബിന്റെ ചട്ടം കാണിച്ചു കൊടുക്ക്. കിതാബൊക്കെ നമുക്ക് വിൽക്കുന്ന ഓതി കൊടുക്കാം. അതാ അൽ കമാലാത്തുൽ ഇലാഹിയ ഫി സിഫാത്തിൽ മുഹമ്മദിയ ലിൽ ഇമാം അബ്ദുൽ കരീമുൽ ജീലി. ഇനി അതാ അടുത്ത പേജ് എടുക്ക്. ഇത് കണ്ടോളൂട്ടോ, ഇത് അയാളിപ്പം ഇന്ന് വായിച്ച പേജാണ്. വഖദ് ഇൻഫറദ ബി കമാലി ദാലിക, വഖദ് ഇൻഫറദ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി കമാലി ദാലിക ദൂന കുല്ലി മൗജൂദിൻ. ഇത് ഇന്ന് വായിച്ചതാണ്. ഇതിൻ്റെ പേജ് നമ്പർ നോക്കിയോളൂ, അതിൻ്റെ താഴെ ഉണ്ടാവും. മുന്നേ കാണിച്ചോളൂ. തൊട്ടടുത്തുള്ള ഒരു വാചകം ഞാൻ കട്ടു എന്നാ പറഞ്ഞത്. ഇയാൾ വായിച്ച പേജ് നമ്പർ എത്ര? 228. ഇനി ഞാൻ അന്ന് വായിച്ചത് എവിടെ? അത് ആ പേജ് ഒന്ന് എടുക്ക്.
നമ്മൾ വായിച്ചതാണ്. അതെത്രയുള്ളത്? 269. ഞാൻ വായിച്ചത് 269. കട്ടൂന്ന് ഞാൻ പറഞ്ഞു, ഇയാൾ വായിച്ചതോ 228. എത്ര വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെയാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. കട്ടു എന്ന് പറഞ്ഞപ്പോൾ ആളെന്താ മനസ്സിലാക്കുക? ആ വരിൻ്റെ അടിയിൽ നിന്ന് ഒന്നുകൂടി കട്ടു. ഇത് രണ്ടാമത്തെ ബാബിൽ 3-ാമത്തെ ബാബിൽ 269 പേജിൽ പറഞ്ഞതാണ് ഞാനൊന്ന് വായിക്കുന്നത്. അതിൻ്റെ എത്രയോ മുമ്പ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അവിടെ പറഞ്ഞെന്താ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഖുർആനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വഖദ് ഇൻഫറദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി കമാലി ദാലിക, അതിൻ്റെ പൂർണ്ണത കൊണ്ട് റസൂല് മുൻഫരിദാണ്, അതിൻ്റെ പൂർണ്ണമായ ഭാഗമുള്ളത് മുത്തു റസൂലിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലാർക്കോ തർക്കമുണ്ടോ? എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർണ്ണത റസൂലിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കമാല് കൊണ്ട് മുൻഫരിദായിന അതിലുള്ള തന്നെ. അത് തന്നെ ഈ ബാബിൽ പോലുമല്ല. എന്ത് ജാതി തട്ടിപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഒന്നുകൂടി വായിക്കാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഫഇദാ കാനൽ ഖുർആനു ഖുലുഖുഹു ഫഇദാ കാനൽ ഖുർആനു ഖുലുഖഹു വൽ ഖുർആൻ സിഫാത്തുല്ലാഹ് ഫസിഫാത്തുല്ലാഹി സിഫാതു വഇദാ കാനത് സിഫാത്തുല്ലാഹി സിഫാതു ഫഅസ്മാഉല്ലാഹി അസ്മാഉ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരുകളായി അല്ലാഹുവിൻ്റെ പേര് വരും. അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശേഷണങ്ങളായി വരും. അപ്പോൾ അത് അള്ളാഹ്ക്ക് പറയുന്ന അർത്ഥത്തിലല്ല റസൂലിന് പറയുന്നത്. അതിൻ്റെ കമാല് റസൂലിനാണ്, അതിലും തർക്കമില്ല. ഇനി ആ കിതാബിൻ്റെ ലാസ്റ്റ് തന്നെ അൽ ഇൻസാനുൽ കാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇൻസാൻ കാമിലിന് ഈ വിശേഷണങ്ങളൊക്കെ വരും എന്ന് അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ എന്നെ സമർത്ഥിക്കലുണ്ട്. ഇനി ഇവർക്ക് എന്താ അബ്ദുൽ കരീമുൽ ജീലി തങ്ങൾ? ഇവരതിനെക്കുറിച്ചൊരു പഠനവും നടത്തിയിട്ടില്ലല്ലോ. ഒരു സംഭവം പഠിക്കൂല, പഠിച്ചിട്ടില്ല എന്നുള്ള പഠിപ്പില്ല. എന്നിട്ട് ഇങ്ങനെ വലിയ സംഭവമായിട്ട് വന്നിട്ട് ആ ഹയ്യുൽ ഖയ്യൂം റസൂലിന് റസൂൽ അതിൽ മുൻഫരിദാണ്. ശിർക്കായില്ലേ കൂട്ടരെ? അതാണ് ശിർക്ക് കൊണ്ട് കളിക്കാൻ നിന്ന് നിങ്ങൾ തന്നെ ശിർക്കിലായിപ്പോവും. അള്ളാഹ്ക്ക് മാത്രം പറ്റുന്നതാണെങ്കിൽ ആ റസൂലിന് പറ്റൂല. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അപ്പം മാല മൗലൂദിൻ്റെ കാര്യത്തിൽ സലഫികളെയും തോൽപ്പിക്കുന്ന രൂപത്തിൽ AP വിഭാഗം മാറിക്കഴിഞ്ഞു.